നമസ്കാരം. യുക്രൈന് രഹസ്യ മിസൈൽ സാങ്കേതിക വിദ്യ നൽകാനുള്ള ബ്രിട്ടന്റെ തീരുമാനത്തിനെതിരെ റഷ്യ കടുത്ത മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബെൻഹാം തന്റെ ആദ്യ വിദേശ സന്ദർശനത്തിനായി കീവിലെത്തിയതോടെ UK ഈ യുദ്ധത്തിൽ പങ്കാളിയാകുകയാണ് എന്ന് മോസ്കോ ആരോപിച്ചു. ബ്രിട്ടീഷ് ഘടകങ്ങൾ ഉൾപ്പെടുന്ന സ്കാൽപ് മിസൈൽ സാങ്കേതിക വിദ്യ യുക്രൈനുമായി പങ്കിടാൻ ഫ്രഞ്ച് പ്രതിരോധ കമ്പനിയായ MBDAയ്ക്ക് ബ്രിട്ടൻ അനുമതി നൽകിയതാണ് റഷ്യയെ ചൊടിപ്പിച്ചത്. ഇതോടെ റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈന്റെ ദീർഘദൂര ആക്രമണശേഷി കൂടുതൽ ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇത്തരം ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ കണ്ടെത്തി നശിപ്പിക്കാൻ റഷ്യൻ സൈന്യം ശ്രമിക്കുമെന്ന് ക്രെംലിൻ വ്യക്തമാക്കി. ബ്രിട്ടൻ യുദ്ധത്തിൽ കൂടുതൽ ഇടപെടുന്തോറും അതിന് നൽകേണ്ട വില ഉയരുമെന്നും നേരത്തെ റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഫ്രഞ്ച് സാങ്കേതിക വിദ്യയ്ക്കൊപ്പം ബ്രിട്ടീഷ് സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ദീർഘദൂര ക്രൂസ് മിസൈലാണ് സ്കാൽപ്. ബ്രിട്ടൻ ഉപയോഗിക്കുന്ന സ്റ്റോം ഷാഡോ മിസൈലിന്റെ ഫ്രഞ്ച് പതിപ്പാണ് സ്കാൽപ്. റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലും റഷ്യയ്ക്കുള്ളിലെ ദൂരെയുള്ള സൈനിക ലക്ഷ്യങ്ങളിലും ആക്രമണം നടത്താൻ ഇത്തരം മിസൈലുകൾ യുക്രൈന് സഹായകമാണ്. ബ്രിട്ടീഷ് ഘടകങ്ങളെക്കുറിച്ചുള്ള സാങ്കേതിക വിവരങ്ങൾ MBDAയ്ക്ക് പങ്കിടാൻ അനുമതി ലഭിച്ചതോടെ സ്കാൽപ് മിസൈലുകളുടെ നിർമ്മാണം ഭാവിയിൽ യുക്രൈനിൽ തന്നെ നടത്തുന്നതിനുള്ള സാധ്യതയും വർദ്ധിക്കും. യുദ്ധത്തിൽ റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾ, ആയുധശേഖരങ്ങൾ, ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങൾ തുടങ്ങിയ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ദീർഘദൂര മിസൈലുകൾ യുക്രൈൻ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ബ്രിട്ടന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് ക്രെംലിൻ നടത്തിയത്. ബ്രിട്ടൻ യുക്രൈനൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കുകയാണെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ആരോപിച്ചു. ബ്രിട്ടൻ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. കീവ് ഭരണകൂടത്തിന്റെ പക്ഷത്താണ് ബ്രിട്ടൻ. സമാധാന ചർച്ചകളിലെ പുരോഗതി തടയുന്നതിനും യുദ്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുമാണ് ബ്രിട്ടൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു പെസ്കോവിന്റെ ആരോപണം. ബ്രിട്ടീഷ് ഫ്രഞ്ച് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന മിസൈലുകളുടെ നിർമ്മാണ കേന്ദ്രങ്ങൾ കണ്ടെത്തുക റഷ്യൻ സൈന്യത്തിന്റെ ലക്ഷ്യമായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരം കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയിലേക്കാണ് ഈ മുന്നറിയിപ്പ് വിരൽ ചൂണ്ടുന്നത്. യുക്രൈന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനായാണ് ആൻഡി ബെൻഹാം കീവിലെത്തിയത്. തന്റെ ആദ്യ പ്രധാന അന്താരാഷ്ട്ര പ്രസംഗത്തിൽ തന്നെ യുക്രൈനുള്ള ബ്രിട്ടന്റെ പിന്തുണ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയുടെ ഭീഷണികൾ അതിരുകടന്നതാണെന്ന് വിശേഷിപ്പിച്ച ബെൻഹാം റഷ്യക്കെതിരായ സമ്മർദ്ദം കുറയ്ക്കില്ലെന്നും പറഞ്ഞു. യുക്രൈൻ ജനതയ്ക്ക് തങ്ങളുടെ തുടർച്ചയായ പിന്തുണ നൽകും. അവർ നന്ദിയും ആദരവും അർഹിക്കുന്നു എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. യൂറോപ്പിന്റെ സുരക്ഷയിൽ യുക്രൈൻ വഹിക്കുന്ന പങ്കും ബെൻഹാം എടുത്തു പറഞ്ഞു. യുക്രൈൻ യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് ഒരു ഭാരമല്ലെന്നും മറിച്ച് യൂറോപ്പിനെ സംരക്ഷിക്കുന്ന മുൻനിരയിലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സെന്റ് സോഫിയ കത്തീഡ്രലിന് മുന്നിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി റഷ്യക്കെതിരെ ശക്തമായ നിലപാട് ആവർത്തിച്ചു. റഷ്യൻ അധിനിവേശത്തിന് മുന്നിൽ യുക്രൈൻ കീഴടങ്ങില്ലെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് മരണാനന്തര ബഹുമതികളും സൈനികർക്ക് പുരസ്കാരങ്ങളും അദ്ദേഹം നൽകി. ബ്രിട്ടീഷ് ജനതയ്ക്കുള്ള പ്രത്യേക ബഹുമതിയും സെലൻസ്കി ബെൻഹാമിന് സമ്മാനിച്ചു.